നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മോശം കാലാവസ്ഥയിൽ കുറഞ്ഞ കാഴ്ച പരിധിയിൽ ഞാനാണെങ്കിൽ ഒരിക്കലും വിമാനം പറത്തില്ല. ഈ വാക്കുകൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഡെൽറ്റ എയർലൈൻസ് പൈലറ്റായ മൂവാറ്റുപുഴ സ്വദേശി ഡേവ് ഫിജി മരണത്തിലേക്ക് പറന്നുയരുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകളാണിത്. കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു, ഒരു വിമാന അപകടത്തിൽ, ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ പൈലറ്റും അതുപോലെ തന്നെ വധുവിനെ പരിക്കേറ്റു, വരനായിട്ടുള്ള പൈലറ്റായിട്ടുള്ള യുവാവും മരിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അപ്പോഴാണ് പിതാവ് പറഞ്ഞത്, ഹെലികോപ്റ്ററിൽ കയറുന്നതിന് മുമ്പ് തൻ്റെ മകൻ പറഞ്ഞതാണ്, ഇത്രയും മോശം കാലാവസ്ഥയിൽ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിമാനം പറത്തില്ല എന്നുള്ളത്. കാരണം മരിച്ചിട്ടുള്ള ഡേവ് ഫിജി ഒരു പൈലറ്റാണ്. ആ പൈലറ്റിനറിയാം എങ്ങനെയാണ് ഒരു കാലാവസ്ഥ മാറി മറിയുമ്പോൾ ഹെലികോപ്റ്റർ പറത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ എന്നിട്ടും ഒരു പ്രൊഫഷണൽ പൈലറ്റ് എന്ന നിലയിൽ ഡേവ് പ്രകടിപ്പിച്ച ഈ വലിയ ആശങ്കയും മുന്നറിയിപ്പും വകവയ്ക്കാതെ ഉയരത്തിൽ പറക്കാമെന്ന ഹെലികോപ്റ്റർ പൈലറ്റിൻ്റെ അമിത ആത്മവിശ്വാസമാണ് 2 ജീവനുകൾ പൊലിഞ്ഞ വലിയ ദുരന്തത്തിന് വഴിവെച്ചത്. വിവാഹദിനത്തിലെ മംഗളമുഹൂർത്തം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം മൂവാറ്റുപുഴയിലെ ആ മലയാളി യുവാവ് മരണത്തിലേക്ക് മറഞ്ഞതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡോസൺ വില്ലയിലെ ദി റെവേറ ഓഡിറ്റോറിയത്തിൽ 100 കണക്കിന് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും സാക്ഷി നിർത്തി വെള്ളിയാഴ്ചയായിരുന്നു ഇവരുടെ മംഗല്യം. ദൈവസാന്നിധ്യം നിറഞ്ഞ, എല്ലാവരും ഒരുപോലെ പ്രശംസിച്ച ഏറ്റവും മനോഹരമായ വിവാഹ ചടങ്ങായിരുന്നു അതെന്ന് മാതാപിതാക്കളായ ഫിജി ജോർജും ഫെബയും കണ്ണീരോടെ ഓർക്കുന്നു. ചടങ്ങുകൾക്ക് ശേഷം രാത്രി 9:30 പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോകാൻ ഇരുവരും ഒരുങ്ങിയത്. എന്നാൽ ആ സമയത്ത് പുറത്ത് കനത്ത മഴയും മൂടൽമഞ്ഞും പെയ്യുന്നുണ്ടായിരുന്നു. കാഴ്ചപരിധി തീരെ കുറവായതിനാൽ യാത്ര ഹെലികോപ്റ്ററിലാകുന്നത് സുരക്ഷിതമല്ലെന്ന് ഡേവ് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഉയരത്തിൽ പറന്നാൽ പ്രതിസന്ധി മറികടക്കാമെന്ന് ഹെലികോപ്റ്റർ പൈലറ്റ് ഉറപ്പ് നൽകിയതോടെയാണ് വധൂവരന്മാർ റോബിൻസൺ R66 ഹെലികോപ്റ്ററിൽ കയറിയത്. പീച്ച്ട്രീ ഡെക്കാൽബ് വിമാനത്താവളത്തിലേക്ക് ലക്ഷ്യമാക്കി പറന്നുയർന്ന ഹെലികോപ്റ്റർ മിനിറ്റുകൾക്കകം ഡോസൺ വില്ലയിലെ വിജനമായ മലനിരകളിലും വനമേഖലയിലും തകർന്ന് വീഴുകയായിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുന്നതായിരുന്നു അപകടത്തിന് ശേഷമുള്ള മണിക്കൂറുകൾ. തകർന്നു വീണ ആഘാതത്തിൽ ബോധരഹിതയായ ജസ്നി ഏകദേശം 5 മണിക്കൂറോളം അവശിഷ്ടങ്ങൾക്കും മരച്ചില്ലകൾക്കുമിടയിൽ കുടുങ്ങിക്കിടന്നു. പുലർച്ചെയോടെ ബോധം വീണ ജസ്നി കണ്ടത് സങ്കല്പിക്കാൻ പോലും ആകാത്ത ദാരുണമായ കാഴ്ചയായിരുന്നു. തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ തൻ്റെ നെഞ്ചിലേക്കാണ് പ്രിയതമനായ ഡേവ് വീണ് കിടന്നിരുന്നത്. രക്ഷാപ്രവർത്തകർ അത്യന്തം ദുഷ്കരമായ പാതയിലൂടെ എത്തിയാണ് ജസ്നിയെയും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് നോർത്ത് ഈസ്റ്റ് ജോർജിയ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റിയത്. അപകടത്തിൽ ഹെലികോപ്റ്റർ പൈലറ്റും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. പൈലറ്റിന്റെ പ്രൊഫഷണൽ തീരുമാനങ്ങൾക്ക് ഡേവ് വഴങ്ങിയതാണെങ്കിലും ഡേവിന്റെ ആശങ്കകൾ ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു അവിടെ കാലാവസ്ഥ ഭിന്നനായത്. തകർന്ന തരിപ്പണമായ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചോരയൊലിപ്പിച്ച് കിടക്കുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ അവൾ പരമാവധി ശ്രമിച്ചിരുന്നു. താനൊരു നേഴ്സ് കൂടി ആയതിനാൽ ജസ്നി ഉടൻ തന്നെ ഡേവിന്റെ ശരീരത്തിൽ തൊട്ടു വിളിച്ചു നോക്കി പൾസ് പരിശോധിച്ചു. എന്നാൽ കയ്യിലെ തണുപ്പ് ആ ശരീരം തങ്ങളെ വിട്ടുപിരിഞ്ഞു എന്ന കഠിനമായ യാഥാർത്ഥ്യമാണ് അവൾ തിരിച്ചറിഞ്ഞത്. തൻ്റെ പ്രിയപ്പെട്ടവൻ ഇനി ഇല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ അടിയന്തര ഘട്ടത്തിൽ അസാമാന്യമായ മനക്കരുത്തോടെ ജസ്നി ഫോൺ എടുത്ത് അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറായ 911 വിളിക്കുകയായിരുന്നു. കനത്ത ശാരീരിക വേദനയ്ക്കും കൺമുന്നിലെ മഹാദുരന്തത്തിനുമിടയിൽ ജസ്നി നൽകിയ ഈ സന്ദേശമാണ് വിജനമായ ആ വനമേഖലയിലേക്ക് രക്ഷാപ്രവർത്തകരെ കൃത്യമായി എത്തിച്ചതും അവളുടെ ജീവൻ നിലനിർത്തിയതും. 10 വർഷം മുമ്പ് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൽ വെച്ച് തുടങ്ങിയ ദീർഘകാലത്തെ സൗഹൃദവും പ്രണയവുമാണ് മൂവാറ്റുപുഴ സ്വദേശി ഡേവും തിരുവല്ല സ്വദേശിനി ജസ്നിയും തമ്മിലുള്ള വിവാഹത്തിലെത്തിയത്. ഏകദേശം 5 മണിക്കൂറോളം കനത്ത ഇരുട്ടിലും തണുപ്പിലും അവശിഷ്ടങ്ങൾക്കിടയിലും മരച്ചിലകൾക്കിടയിലും ജസ്നി ബോധമില്ലാതെ കിടന്നു. പുലർച്ചെയോടെ ബോധം വീണ ജസ്നി കണ്ടതാണ് സങ്കല്പിക്കാൻ പോലും ആകാത്ത ആ കാഴ്ച. പക്ഷെ അവിടെയും
മനക്കരുത്ത് വീണ്ടെടുത്തുകൊണ്ടാണ് കൃത്യമായിട്ട് മെഡിക്കൽ സംഘത്തെ ഈ വിവരം അറിയിച്ചത്. ഈ ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തേക്കാണ് രക്ഷാസേനയും പോലീസും അവിടേക്ക് കുതിച്ചെത്തി അത്യന്തം ദുഷ്കരമായ കാട്ടുപ്രദേശത്ത് തിരച്ചിൽ നടത്തിയാണ് തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജസ്നിയെ രക്ഷപ്പെടുത്തിയത്. ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ജസ്നി നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഹെലികോപ്റ്റർ പൈലറ്റും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. ഡോസൺവില്ലയിലെ ദി റിവേറ ഓഡിറ്റോറിയത്തിൽ നൂറുകണക്കിന് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷി നിർത്തി വിവാഹം കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് അവരെ തേടി ഈ ഒരു ദുഃഖവാർത്ത എത്തുന്നത്. ഇരുവരും ഹെലികോപ്റ്ററിൽ കയറിയപ്പോഴൊക്കെ തന്നെ ഏറെ സന്തോഷത്തോടെ തന്നെയായിരുന്നു. എന്നാൽ യാത്ര തിരിക്കുന്ന സമയത്ത് പുറത്ത് കനത്ത മഴയും മൂടൽമഞ്ഞും പെയ്യുന്നുണ്ടായിരുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബത്തിന്റെ വേരുകൾ മൂവാറ്റുപുഴ വീട്ടൂരിലാണ്. വീട്ടൂർ എബ്നേസർ സ്കൂളിൽ അധ്യാപകനായിരുന്ന KT ജോർജിന്റെ മകനാണ് ഡേവിന്റെ പിതാവ് ഫിജി ജോർജ്. ബംഗളൂരിൽ നിന്ന് B.Pharm ബിരുദം നേടിയ ശേഷം ഫിജിയും ഭാര്യ ഫെബയും അമേരിക്കയിൽ ആരോഗ്യരംഗത്ത് ജോലി ചെയ്തു വരികയാണ്. ഡേവിന്റെ സഹോദരി ജുവലും ഈ വലിയ ആഘാതത്തിൽ നിന്ന് മുക്തയായിട്ടില്ല. മകന്റെ വിവാഹ സന്തോഷം പങ്കുവെച്ച് 1 മാസം മുമ്പാണ് ഫിജി നാട്ടിൽ വന്നുപോയത്. തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ദൈവത്തിന്റെ ഒരു വലിയ സമ്മാനമായിരുന്നുവെന്നും പിതാവ് ഫിജി ജോർജ് പറയുന്നു. അത്രയേറെ ദൈവഭയമുള്ളവനും സുന്ദരനുമായിരുന്നു അവൻ. വിവാഹവേദിയിൽ മകന്റെ മുഖത്ത് പ്രത്യേക തിളക്കമുണ്ടായിരുന്നതായി അമ്മ ഫെബയും ഓർക്കുന്നു. ആ മംഗളകർമ്മം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം മകന്റെ വിയോഗ വാർത്ത കേൾക്കേണ്ടി വന്നതിന്റെ വലിയ ആഘാതത്തിലാണ് ഈ മാതാപിതാക്കളും നാട്ടിലെ ബന്ധുക്കളും. അപകടത്തെക്കുറിച്ച് നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റായ ഡേവ് ഫിജി മോശം കാലാവസ്ഥയെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ച് ഹെലികോപ്റ്റർ പറത്താൻ പൈലറ്റിനെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും ഏവിയേഷൻ വിഭാഗം അന്വേഷിക്കും. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള സന്ദേശങ്ങളും ബ്ലാക്ക് ബോക്സ് വരും ദിവസങ്ങളിൽ പരിശോധിക്കും. തിങ്കളാഴ്ചയോടെ ഡേവ് ഫിജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകിട്ടുമെന്നാണ് കരുതുന്നത്. വ്യാഴാഴ്ച അറ്റ്ലാന്റയിൽ പൊതുദർശനവും തുടർന്ന് ക്രൈസ്തവ ആചാരപ്രകാരമുള്ള സംസ്കാര ശുശ്രൂഷകളും നടക്കും. അറ്റ്ലാന്റയിലെ മലയാളി സമൂഹവും മൂവാറ്റുപുഴയിലെ നാട്ടുകാരും ഈ വേർപാടിൽ ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തി.